TVS iQube നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണത്. അപ്പോൾ വളരെ ചുരുക്കം വണ്ടി കൊണ്ട് കൂടുതൽ സെയിൽസ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു കമ്പനിയാണ് TVS iQube. നമ്മളിപ്പോൾ അവിടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി 3 വണ്ടികളേ ഉള്ളൂ. അത് iQube ബേസ്, iQube S, iQube ST. ഇപ്പോൾ റീസെൻ്റ്ലി STയുടെ ഭാഗത്ത് നിന്ന് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 5 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് TVS iQube വരുന്നത്. അവിടെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് ശരി, എന്താണ് ശരി, എല്ലാം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കുന്ന ഒരു കമ്പനിയാണ് TVS iQube. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരുന്നത് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് പെട്ടെന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട സത്യമാണ്, TVS അവരുടെ വണ്ടി റീകോൾ ചെയ്യാണ്. അപ്പോൾ ഡീറ്റെയിൽസിൽ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നിങ്ങൾ TVS iQube ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ RC ബുക്ക് എടുത്ത് നോക്കുക. അതിൽ വണ്ടി എന്താണ് മാനുഫാക്ചർ ചെയ്ത് നോക്കുക. അതിൻ്റെ ഡേറ്റ് വന്നിട്ട് ജൂലൈ 10, 2023 മുതൽ സെപ്റ്റംബർ 9, 2023 വരെ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് നിങ്ങൾ TVS iQubeൻ്റെ ഷോറൂമായിട്ട് ബന്ധപ്പെടുക. ആക്ച്വലി റീകോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് TVS പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു ബ്രിഡ്ജ് ട്യൂബ് എന്നുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ TVS iQubeനകത്ത് മാത്രമല്ല എല്ലാ ചേസസിനകത്ത് കമ്പോണൻ്റ് ആണ്. അത് വണ്ടിയുടെ റൈഡ് ഹാൻഡ്ലിംഗ് കൺട്രോൾ ചെയ്യുന്നൊരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിനൊരു ഡാമേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഇപ്പോൾ TVS iQube പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ TVS iQube, അതായത് ജൂലൈ 10 മുതൽ സെപ്റ്റംബർ 9 വരെ മാനുഫാക്ചർ ചെയ്ത എല്ലാ വണ്ടികളും, 2023 കേസാണ് പറയുന്നത്, എല്ലാ വണ്ടികളും അത് റീകോൾ ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് TVS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല പല ന്യൂസ് ആർട്ടിക്കിൾസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ TVSൻ്റെ സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെടുക. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഇഷ്യൂ ആയിരുന്നു. ഇത് വളരെ നിസ്സാരയുടെ ഇഷ്യൂടെ TVS ആദ്യം കണ്ട് മൈൻഡ് ചെയ്തൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും റീകോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും TVS ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാനുഫാക്ചറിംഗ് ഡേറ്റും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും നിയറസ്റ്റ് TVSൻ്റെ സർവീസ് സെൻ്ററിൽ ബന്ധപ്പെടാൻ പറയുക. അപ്പോൾ TVSൻ്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് അവർ ഒഫീഷ്യലി നിങ്ങളെ ഓരോ ആൾക്കാരും വിളിക്കുന്നത് പറഞ്ഞത്, കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻ കേസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിയറസ്റ്റ് സർവീസ് സെൻ്ററിൽ നിങ്ങൾ ബന്ധപ്പെടുന്നത് നല്ലത് കേട്ടോ. ഇതിൻ്റെ പാർട്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ ഡേ വേണമെന്നാണ് പറയുന്നത്. അത് വിത്തിൻ 1 ഡേ അവർ സർവീസ് ചെയ്ത് വണ്ടി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരുമെന്ന് പറയുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റീകോൾ ആയതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടി സർവീസ് സെൻ്ററിൽ എത്തിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.